Hi students, welcome back to our channel Talent Education. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഫ്രഞ്ച് റവല്യൂഷന്റെ കോസസിനെ കുറിച്ചായിരുന്നു. ഫ്രഞ്ച് റവല്യൂഷൻ that was started in the year 1789 during the period of Louis XVI at Bourbon King. ബൂർബൻ രാജാവായിരുന്ന ലൂയി 16ാമന്റെ കാലത്ത് നടന്ന വിപ്ലവമാണ് ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് നമ്മൾ കണ്ടു. നമ്മൾ അതിന്റെ സോഷ്യൽ പ്രോസസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻടു 3 എസ്റ്റേറ്റ്. ഫസ്റ്റ് എസ്റ്റേറ്റ് ബിലോങ്സ് ടു ദ ക്ലർജിമെൻ, സെക്കൻഡ് നോബിലിറ്റി ആൻഡ് ദ തേർഡ് കോമൺ പീപ്പിൾ. കോമൺ പീപ്പിൾ ആയിരുന്നു, തേർഡ് എസ്റ്റേറ്റിലുള്ള കോമൺ പീപ്പിൾ ആണ് ഈ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്. കാരണം അവർക്ക് പല സ്വാതന്ത്ര്യങ്ങളും നിഷേധിക്കപ്പെട്ടിരുന്നു എന്നൊക്കെ നമ്മൾ കണ്ടു. They had no role in administration. They had to pay huge taxes to the government, clergymen and the nobility. So that was the condition, that was the situation, that was the circumstances leading to the French Revolution. അപ്പോൾ ഇനി അത് സോഷ്യൽ പ്രോസസ് ആണെങ്കിൽ അതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻസ് ഓഫ് some thinkers of France that also inspired this revolution. അതില് വോൾട്ടയർ, റൂസോ, മോണ്ടസ്ക്യൂ ഇങ്ങനെ 3 ചിന്തകന്മാരുടെ അവരുടെ ഇൻസ്പിറേഷനും അവരുടെ വാക്കുകൾ ഇൻസ്പയർ ചെയ്തു അവിടുത്തെ ജനങ്ങളെ. അത് ഈ വിപ്ലവത്തിന് കാരണമായി തീർന്നു. ഫസ്റ്റ് ഓഫ് ഓൾ വോൾട്ടയറിനെ കുറിച്ച് നമ്മുടെ പേജ് നമ്പർ 16 അത് പറയുന്നുണ്ട്. വോൾട്ടയർ പറഞ്ഞേക്കുന്നത് റെഡിക്കോൾഡ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ക്ലർജിയുടെ പുരോഹിതന്മാരുടെ എക്സ്പ്ലോയിറ്റേഷൻ, പുരോഹിത വർഗം അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ ചൂഷണം ചെയ്തിരുന്ന കാര്യത്തെ കുറിച്ച് അതായത് പുരോഹിതന്മാർക്കെതിരായിരുന്നു. പ്രൊമോട്ടഡ് a rational thinking, ideals of equality and humanism. He promoted a rational thinking, അതായത് യുക്തിപരമായിട്ടുള്ള ചിന്തയ്ക്ക് അദ്ദേഹം പ്രാധാന്യം കൊടുത്തു. അതുപോലെ ഇക്വാളിറ്റി ആൻഡ് ഹ്യൂമനിസം, സമത്വത്തിനും മാനവികതയ്ക്കും പ്രാധാന്യം അദ്ദേഹം കൊടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ അതായിരുന്നു. അതുപോലെ ക്ലർജിക്ക് എതിരായിരുന്നു അദ്ദേഹം. അതേപോലെ റൂസോയുടെ വാക്കുകൾ he spelled out the importance of freedom with the statement. അദ്ദേഹം സ്വാതന്ത്ര്യത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകൾ ലോക പ്രശസ്തമായ വാക്കായിരുന്നു. അത് പലപ്പോഴും SSLC പരീക്ഷയ്ക്ക് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഏതാണ് അദ്ദേഹം സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറഞ്ഞത്? Man is born free but everywhere he is in chains. Man is born free but everywhere he is in chains. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ അവൻ എവിടെയും ചങ്ങലക്കെട്ടുകളിൽ ബന്ധിതനാണ് എന്നാണ് അദ്ദേഹം സ്വാതന്ത്ര്യത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം. He declared that the people are the sovereign. അദ്ദേഹം പ്രഖ്യാപിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജനങ്ങളാണ് സോവറിൻ, പരമാധികാരികൾ ജനങ്ങളാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയുണ്ടായി. But declared that the people are the sovereign. ഇതായിരുന്നു റൂസോയുടെ കാഴ്ചപ്പാടെങ്കിൽ മോണ്ടസ്ക്യൂ പറഞ്ഞത് എൻകറേജ്ഡ് ഡെമോക്രസി ആൻഡ് റിപ്പബ്ലിക്. He encouraged democracy. He encouraged republic. അദ്ദേഹം മോണ്ടസ്ക്യൂ അദ്ദേഹം ജനാധിപത്യത്തെയും അതുപോലെ തന്നെ റിപ്പബ്ലിക്കിനെയും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. He encouraged democracy and republic. മോണ്ടസ്ക്യൂ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മറ്റൊരു ഭാഗമാണ് suggested division of powers of the government. ഗവൺമെന്റിന്റെ അധികാര വിഭജനത്തെ കുറിച്ചും അദ്ദേഹം പറഞ്ഞിരുന്നു. അധികാരം വിഭജിക്കപ്പെടണം. അപ്പൊ അധികാരം കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രമേ ഒരാൾ ഏകാധിപതിയാവുകയുള്ളൂ. അധികാരം വിഭജിക്കപ്പെടണം. എങ്ങനെ? ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി എന്നിങ്ങനെ അധികാരത്തെ വിഭജിക്കപ്പെടണം എന്ന് അഭിപ്രായപ്പെട്ട ആളാണ് മോണ്ടസ്ക്യൂ. അപ്പൊ ഇങ്ങനെയുള്ള ഈ 3 ചിന്തകന്മാരുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ വിപ്ലവത്തിന് പ്രചോദനമായി തീർന്നു. The contributions of the thinkers of France during the French Revolution, the thinkers were Voltaire, Rousseau and Montesquieu. Voltaire, Rousseau, Montesquieu എന്നിങ്ങനെയുള്ള 3 ചിന്തകന്മാരുടെ അഭിപ്രായങ്ങളെല്ലാം ജനങ്ങളെ കുറിച്ചും അവരുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ചുമൊക്കെയായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഇതും ജനങ്ങൾക്ക് ഈ വിപ്ലവത്തിന് ബൂർബൻ രാജവംശത്തിനെതിരായിട്ട് ലൂയി 16ാമനെതിരായിട്ട് വിപ്ലവം നയിക്കുന്നതിന് സാഹചര്യം ഒരുക്കിയ മറ്റൊരു കാരണമാണ്. അപ്പൊ the contributions of thinkers
another important causes related to the French Revolution, contributions of thinkers. Any economic crisis ആണ്. Economic causes of French Revolution കുറിച്ച് പറയുകയാണെങ്കിൽ the luxurious life of the Bourbon rulers. They were extravagant, that I already told you. Extravagant rulers. The rulers of France were extravagant and they led a luxurious life. This also leads to economic crisis in the country, and the clergy and the noble classes, first two estates, the people of first two estates, the clergymen and the nobility, also led a luxurious life. That's also created economic problems in the country, economic crisis in the country, and at the same time drought and crop failure. That's also created situation worse. ഏതൊക്കെ സാഹചര്യങ്ങളാണ്? ഒന്ന്, ആഡംബരപൂർവമായ ലൂയി 16 പോലെയുള്ള രാജാക്കന്മാരുടെ ആഡംബര ജീവിതം. പിന്നെയോ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായി തീർന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്ന ഡ്രൗട്ട് ആൻഡ് ക്രോപ്പ് ഫെയിലിയർ, വരൾച്ച, വിളനാശം എന്നിങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കി. അതേപോലെ ഫ്രാൻസ് brought France to the brink of bankruptcy. The financial and the military assistance given to American colonies in the American War of Independence. Financial and military assistance to the American colonies. നമ്മൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ കുറിച്ച് പറയുന്നു. 1773 അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ അമേരിക്കയെ സാമ്പത്തികമായും സൈനികമായും സഹായിച്ചിരുന്നു ഫ്രാൻസ്. ഇതിന്റെ പേരിലുണ്ടായ സാമ്പത്തിക ക്രൈസിസ്, ഇതെല്ലാം ഇക്കണോമിക് കോസസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ ആണ്. അപ്പൊ ഇക്കണോമിക് കോസസ് എന്തൊക്കെയാണ്? They led a luxurious life. The rulers, clergymen and the nobility led a luxurious life. മറ്റൊന്നെന്ന് പറയുന്നത് ഡ്രോപ്പ് ആൻഡ് ക്രോപ്പ് ഫെയിലിയർ. മറ്റേത് അടുത്തെന്ന് പറയുന്ന അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസില് ഫ്രാൻസ് അമേരിക്കയെ സഹായിക്കാൻ പോയത്. ഇതൊക്കെ സാമ്പത്തിക പ്രതിസന്ധി കൂട്ടി. അപ്പോ ടു ലെവി ന്യൂ ടാക്സസ് അപ്പോൺ കോമണേഴ്സ്, ലൂയി 16 summoned the എസ്റ്റേറ്റ് ജനറൽ. ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കണം. വേറൊരു മാർഗമില്ല. എന്തുവാണ്? ഇൻക്രീസ് ചെയ്യുക, ടാക്സ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതല്ലാതെ വേറൊരു മാർഗവുമില്ലാതെ അവസാനം ലൂയി 16 എന്ത് ചെയ്തു? എസ്റ്റേറ്റ് ജനറൽ വിളിച്ചുകൂട്ടി. എസ്റ്റേറ്റ് ജനറൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ 3 എസ്റ്റേറ്റിന്റെയും കൂടെ പ്രതിനിധികൾ അടങ്ങിയ ഒരു സംഘമാണ്, ഒരു പൊളിറ്റിക്കൽ ബോഡിയാണ് എസ്റ്റേറ്റ് ജനറൽ. അവരുടെ അപ്രൂവലോട് കൂടി മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? നികുതി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഈ സമ്മന്ദിത എസ്റ്റേറ്റ് ജനറൽ ഇൻ ദി ഇയർ 1789, കൃത്യമായി പറഞ്ഞാൽ 1789 മെയ് മാസം 5-ാം തീയതി എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തുകൊണ്ട് അദ്ദേഹം നികുതി വർദ്ധിപ്പിക്കാനായിട്ടുള്ള ശ്രമം നടത്തി. അപ്പൊ എസ്റ്റേറ്റ് ജനറൽ ഓൾസോ ഹാഡ് 3 estates. Traditionally each estate would vote as a group and had 1 vote. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എസ്റ്റേറ്റ് ജനറലില് ഓരോ എസ്റ്റേറ്റിൽ നിന്നും പ്രതിനിധികൾ ഉണ്ടാകും. ഓരോ എസ്റ്റേറ്റിൽ നിന്നുമുള്ള പ്രതിനിധികൾക്ക് ഒരു എസ്റ്റേറ്റിന് ഒരു വോട്ടാണ്. അല്ലാതെ ഒരാൾക്ക് ഒരു വോട്ടല്ല, ഒരു എസ്റ്റേറ്റിന് ഒരു വോട്ട്. ആ ഒരു രീതിയിലായിരുന്നു അവിടുത്തെ ട്രഡീഷൻ എന്ന് പറയുന്നത്, അവിടുത്തെ സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പോ തേർഡ് എസ്റ്റേറ്റ് ഡിമാൻഡഡ് ഇൻഡിവിജ്വൽ വോട്ട് ഫോർ ഈച്ച് മെമ്പർ ഓഫ് ദി 3 estates. പക്ഷേ എന്നാൽ മൂന്നാമത്തെ എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ് ആവശ്യപ്പെട്ടത് ഓരോ മെമ്പേഴ്സിനും ഓരോ വോട്ട് വീതം വേണം. 1 person 1 vote എന്ന ആശയം, ആ ഒരു ഡിമാൻഡ് അവര് മുന്നോട്ട് വെച്ചു. പക്ഷെ അതിനെ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല ഈ 2 എസ്റ്റേറ്റും രാജാവും. കാരണം ഫസ്റ്റ് എസ്റ്റേറ്റിന്റെ അത് മൊത്തം ഉള്ള റെപ്രസെന്റേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ 285 members were there in the first estate. സെക്കൻഡ് എസ്റ്റേറ്റിലാണെങ്കിൽ 308 ആണ്. 2 എസ്റ്റേറ്റ് ഫസ്റ്റില് 285 പേരും സെക്കൻഡ് എസ്റ്റേറ്റിൽ 308 പേരുമാണ് അംഗങ്ങളായിട്ടുള്ളത്. എന്നാൽ തേർഡ് എസ്റ്റേറ്റിലെ അംഗസംഖ്യ എന്ന് പറയുന്നത് 621 മെമ്പേഴ്സ് ആണ്. അപ്പോ ഒരു കാര്യത്തെ കുറിച്ച് ഒരു ആവശ്യം പാസ്സാകണമെങ്കിൽ ആരുടെ പിന്തുണയുടെ വേണം? കോമൺസിന്റെ പിന്തുണ വേണം. അതായത് തേർഡ് എസ്റ്റേറ്റിന്റെ പിന്തുണ വേണം. അവരാണ് മെമ്പേഴ്സ് കൂടുതൽ. പക്ഷെ അതിനെ അംഗീകരിക്കാൻ തയ്യാറായില്ല. ആര്? ഈ 2 എസ്റ്റേറ്റും തയ്യാറായില്ല, രാജാവും തയ്യാറായില്ല.
they while the arguments went on, the members of the third estate declared themselves as a national assembly. അപ്പൊ ഇവര് ഈ ഒരു ആവശ്യം ഉന്നയിച്ചത് അംഗീകരിക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് തേർഡ് എസ്റ്റേറ്റ് ഒരു നാഷണൽ അസംബ്ലി ആയിട്ട് തേർഡ് എസ്റ്റേറ്റിനെ പ്രഖ്യാപിച്ചു. They assembled in the tennis court nearby. They walked out from the assembly hall. അപ്പൊ ഈ സമ്മേളനം നടക്കുന്നത് എവിടെയാണ്? പാരീസിലെ വെഴ്സായ് കൊട്ടാരത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. They walked out from the assembly hall and summoned the assembled in the tennis court nearby and so not to leave until they had framed a constitution of France. അവര് അവിടെ ഒരു അടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. എന്നിട്ട് ഫ്രാൻസിന് വേണ്ടി ഒരു ഭരണഘടന എഴുതി ഉണ്ടാക്കുന്നിടം വരെ തങ്ങൾ വിശ്രമിക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്തു. ഇതാണ് പ്രസിദ്ധമായ ടെന്നീസ് കോർട്ട് ഓത്ത് എന്ന് പറയുന്നത്. അവിടെ വിപ്ലവം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ടെന്നീസ് കോർട്ട് ഓത്തോടെ വിപ്ലവം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെ വിപ്ലവം സ്റ്റാർട്ട് ചെയ്തിട്ട് 1789 ജൂലൈ 14 അന്ന് സംഭവിച്ച കാര്യം പറയുന്നത് റവല്യൂഷണറി സ്റ്റോംഡ് വിത്ത് ദ സ്ലോഗൻ ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. അപ്പോ ലോകത്ത് ആദ്യമായിട്ട് ഉയർന്നു വന്ന ഒരു മുദ്രാവാക്യമാണ് ഇത്. ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി, സമത്വം, സ്വാതന്ത്ര്യം, സഹോദര്യം. ഈ ആശയം ഈ ഫ്രഞ്ച് റവല്യൂഷന്റെ the most important contribution or legacy of French Revolution was liberty, equality and fraternity. ഈ മൂന്ന് ആശയങ്ങൾ കൊണ്ടുവന്നത് ഫ്രഞ്ച് റവല്യൂഷനാണ്. അവർ മുദ്രാവാക്യം വിളിച്ചു. അതിനുശേഷം demolished the Bastille prison, the symbol of Bourbon monarchy. They demolished the Bastille prison. അവിടെ അതായത് രാജാവിനെ എതിർക്കുന്നവരെയൊക്കെ കുറ്റവാളികളാക്കി തടങ്കലിൽ പാർപ്പിച്ചിരുന്ന ഒരു ജയിലായിരുന്നു ബാസ്റ്റീൽ എന്ന് പറയുന്നത്. അവിടെ അവര് ആ ജയിൽ തകർത്തു കളഞ്ഞു. ദിസ് ഇവന്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ കമൻസ്മെന്റ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ. ഇവിടെ തുടങ്ങിയാണ് ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രഞ്ച് റവല്യൂഷന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഡിമോളിഷൻ ഓഫ് ബാസ്റ്റീൽ പ്രിസൺ ആണ്. ബാസ്റ്റീൽ എന്ന് പറയുന്ന ജയിൽ തകർത്തതോടുകൂടി വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയാണ് ഫ്രാൻസിൽ നടക്കുന്നത്. പിന്നെ 1789 തന്നെ ഓഗസ്റ്റ് 12 the National Assembly passed the Declaration of Rights of Man and the Citizen. 1789 ഓഗസ്റ്റ് 12 എന്ത് ചെയ്യാണ്? നാഷണൽ അസംബ്ലി പാസ്ഡ് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ, മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുകയാണ്. 1789 ഓഗസ്റ്റ് മാസം 12 മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുകയാണെങ്കിൽ തേർഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്ന നാഷണൽ അസംബ്ലി. പിന്നെ 1789 ഒക്ടോബറിൽ എന്താണ് സംഭവിച്ചത്? thousands of women marched from Paris to the Palace of Versailles with the slogan "Give us bread." 1789 ഒക്ടോബർ മാസം ആയിരക്കണക്കിന് വരുന്ന സ്ത്രീകൾ പാരീസിലേക്ക് മാർച്ച് ചെയ്ത് വേഴ്സായ് കൊട്ടാരത്തിലെത്തിയിട്ട് അവര് വിളിച്ച മുദ്രാവാക്യം, അവരുടെ സ്ലോഗൻ എന്തായിരുന്നു? "Give us bread." ഞങ്ങൾക്ക് ഭക്ഷണം തരൂ എന്നായിരുന്നു അവര് മുദ്രാവാക്യം വിളിച്ചത്. ഈ മുദ്രാവാക്യം വിളി കേട്ടോണ്ടാണ് ലൂയി 16 ഭാര്യയായ മേരി ആന്റോയിനറ്റ് മട്ടുപ്പാവിൽ ഇരുന്നിട്ട് പറഞ്ഞത് അവർക്ക് ബ്രെഡ് കഴിക്കാൻ പറ്റത്തില്ലെങ്കിൽ അവരോട് കേക്ക് കഴിക്കാൻ പറയാൻ. അപ്പൊ ഈ ബുദ്ധിമുട്ടും ദുരിതവും ഒന്നും ഈ മേരി ആന്റോയിനറ്റ് എന്ന് പറയുന്ന രാജ്ഞിക്ക് അറിയില്ല. അവര് ആഡംബരപൂർവമായ ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുഃഖത്തെ കുറിച്ചോ ദുരിതത്തെ കുറിച്ചോ ഒന്നും അവര് മൈൻഡ് ചെയ്തില്ല. അവരോട് ബ്രെഡ് കഴിക്കാൻ പറ്റത്തില്ലെങ്കിൽ അവരോട് കേക്ക് കഴിച്ചോളാം. കേക്ക് എന്ന് പറയുന്നത് സമ്പന്നനായിട്ടുള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഭക്ഷണമാണ്. സാധാരണക്കാർക്ക് കഴിക്കേണ്ട ഭക്ഷണം പോലും കിട്ടാത്തതാണ് അവർ പറയുന്നത് അവരോട് കേക്ക് കഴിച്ചോളാം. ഇതാണ് 1789 ഒക്ടോബർ. സെപ്റ്റംബർ മാസം ഇനി എന്താണ്? 1792 സെപ്റ്റംബർ നാഷണൽ കൺവെൻഷൻ ഫോംഡ് ആസ് പെർ ദ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊക്ലൈംഡ് ഫ്രാൻസ് ആസ് എ റിപ്പബ്ലിക്. ഇനി എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ നാഷണൽ കൺവെൻഷൻ ഒരു ദേശീയ സമ്മേളനം വിളിച്ചുകൂട്ടി. 1792 സെപ്റ്റംബറിൽ ഒരു ദേശീയ സമ്മേളനം വിളിച്ചുകൂട്ടുകയും ആസ് പെർ ദ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഭരണഘടന എഴുതിയുണ്ടാക്കി ഒരു കൺവെൻഷൻ വിളിച്ചുകൂട്ടി. അങ്ങനെ പ്രൊക്ലൈംഡ് ഫ്രാൻസ് ആസ് എ റിപ്പബ്ലിക്. ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക് ആയിട്ട് പ്രഖ്യാപിച്ചു. 1792 സെപ്റ്റംബർ മാസത്തോടെ ഫ്രാൻസ് ഒരു റിപ്പബ്ലിക്കായി മാറുകയാണ് ചെയ്തത്.
ഇതാണ് ഫ്രഞ്ച് റവല്യൂഷനിലേക്ക് വഴിതെളിച്ച സാഹചര്യങ്ങളും അതിന്റെ കാരണങ്ങളും. ഫ്രഞ്ച് റവല്യൂഷന് അപ്പൊ പല കാരണങ്ങളും നമ്മൾ പറഞ്ഞു. റിലീജിയസ് ആയിട്ടുള്ളതുണ്ട്, ഇക്കണോമിക് ആയിട്ടുണ്ട്, സോഷ്യൽ ഉണ്ട്, പൊളിറ്റിക്കൽ ഉണ്ട്, പിന്നെ കോൺട്രിബ്യൂഷൻസ് ഓഫ് തിങ്കേഴ്സ് ഉണ്ട്, പിന്നെ ഇമ്മീഡിയറ്റ് കോസസ് ആയിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് ഈ ലൂയി 16 എസ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തുകൊണ്ട് നികുതി വർദ്ധിപ്പിക്കാനായിട്ട് ഒരു ശ്രമം നടത്തിയതും ഇതും ഈ വിപ്ലവത്തിന് കാരണമായ ഘടകങ്ങളാണ്. അപ്പൊ ഈ വിപ്ലവം ഫ്രഞ്ച് റവല്യൂഷൻ അവിടെ അവസാനിക്കുന്നു. 1792 സെപ്റ്റംബറോടെ ഫ്രാൻസ് ഒരു റിപ്പബ്ലിക് ആയിട്ട് മാറുകയാണ്. റിപ്പബ്ലിക് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. എന്താണ്? ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരി രാജ്യത്തിന് വരുന്ന ഒരു സാഹചര്യം അത് ഫ്രാൻസിലുണ്ടായി. അങ്ങനെ ഫ്രഞ്ച് വിപ്ലവം അവസാനിക്കുന്നു. ഇനി അതിന്റെ കോൺസിക്വൻസസിനെ കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡ് പഠിക്കാം. ഓക്കെ.